ഡിയർ മെമ്പേഴ്സ്, വരൂ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം. ഇന്നൊരു ദിവസമാണുള്ളത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാ, 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 വാ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കൂ. പെട്ടെന്നാവട്ടെ, വേഗം വരൂ, വന്നിരിക്കൂ. ഹായ് ഓൾ, മൈസെൽഫ് ബോബി. അപരിചിതത്തിന്റെ ആകാശത്ത് സൗഹൃദത്തിന്റെ നക്ഷത്രങ്ങൾ വിരിയുന്ന ആൽക്കെമിയാണ് കൂടലിനൊപ്പമുള്ള ഈ കൂടിച്ചേരൽ. ഇന്നത്തെ ഓർമ്മകളാവണം നാളെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഊർജം. ഏതോ ഒരു നല്ല നിമിഷത്തിൽ ഈ കൂടലിനെ കുറിച്ച് എവിടെ നിന്നോ അറിഞ്ഞ് ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്നു ചേർന്ന നിങ്ങളൊക്കെ ഈ സമയം ഒരു കുടുംബമാവുകയാണ്. ഈ ക്യാമ്പ് കഴിഞ്ഞ് പിരിഞ്ഞാലും പിരിയാൻ പറ്റാത്ത ഒരു ബോണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന അനുഭവങ്ങളെ നമ്മുടെയൊക്കെ ഈ കുഞ്ഞു ജീവിതത്തിലെ വലിയ വലിയ പാഠങ്ങളാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. അപരിചിത മുഖങ്ങളിൽ പരിചിതത്തിന്റെ പുഞ്ചിരി വിരിയിക്കുന്ന മാജിക് മൊമെന്റ്സ് ആവണം ഈ കൂടൽ. ജീവിതം എന്ന നാടകത്തിലെ സന്തോഷങ്ങളും വിഷമങ്ങളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മളെ കണ്ടെത്തുന്ന അപൂർവ നിമിഷങ്ങളാണിത്. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ സങ്കടങ്ങളും കെട്ടഴിച്ചുവിട്ട് ടേക്ക് വിത്ത് യു ദ മാജിക് ഓഫ് വൈൽഡ്നെസ് ആൻഡ് ബിഹൈൻഡ് ഓൺലി ട്രൈസസ് ഓഫ് യുവർ ഹാപ്പിനെസ്. മെമ്പേഴ്സും വന്ന സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒരു മിനിറ്റ്. ബ്രോ, ഈ മെന്റലിസം പഠിക്കാന്നുള്ളതേ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. പിന്നെ ഡിയേഴ്സ്, നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ തന്നെ തുടങ്ങാം. ഇവിടെ ഔപചാരികതയുടെ അതിർവരമ്പുകളില്ല, ഔചിത്യത്തിൻ്റെ മുഖംമൂടികളില്ല, നിബന്ധനകളോ നിർബന്ധങ്ങളോ ഇല്ല. നമ്മളെപ്പറ്റി വാക്കാലോ വാക്കുകളാലോ വർണ്ണിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. കൂട്ടത്തിൽ മുതിർന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ തന്നെ തുടങ്ങാം. ഞാൻ ശ്രീധരമേനൻ. ഇതെൻ്റെ ഭാര്യ ഇന്ദിര. സ്വദേശം പാലക്കാടാണ്. 4 മക്കൾ. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. നല്ല സമയത്ത് കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന് ജീവിക്കാൻ മറന്നു. സത്യം പറഞ്ഞ പുള്ളിക്കാരൻ്റെ റിട്ടയർമെന്റിന് ശേഷമാണ് ഞങ്ങൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഇതുപോലുള്ള ക്യാമ്പുകളും യാത്രകളും ഒക്കെ തേടി പിടിച്ച് ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു ഇനിയാണ് ഞങ്ങളുടെ യൗവനകാലം ആരംഭിക്കുന്നത്. ഹായ്, ആം സ്വരൂപ്. ആലപ്പുഴ ചേർത്തലയാണ് എൻ്റെ വീട്. കുട്ടിക്കാലം മുതലേ ഞാൻ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അന്നൊക്കെ പഠിത്തം, അത് കഴിഞ്ഞ് ജോലി, പിന്നെ വിവാഹം, കുടുംബം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പോലെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കുമായിരുന്നു. പക്ഷേ എൻ്റെ സമയം തീരാറായി എന്നറിയുന്ന ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ തേടി പിടിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി സ്വരൂപ് കീമോ ട്രീറ്റ്മെൻറ്റിലാണ്. അസുഖം കണ്ടെത്തിയത് ലാസ്റ്റ് സ്റ്റേജിൽ. ഡോക്ടർമാർ വിധി കൽപ്പിച്ചത് 3 മാസം. പക്ഷേ മനോധൈര്യം കൈവിടാതെ സ്വന്തം വിധിയോട് പോടാ പുല്ലേ എന്നും പറഞ്ഞ് 2 വർഷത്തിനിപ്പുറവും സ്വരൂപ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇത്തരം കൂടലുകളാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റ്. നമ്മളൊക്കെയാണ് അവൻ്റെ ഏറ്റവും വലിയ മെഡിസിൻ. ട്രാൻസ് വുമൺ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഹോം ടൗൺ കാലിക്കറ്റ്. ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവത്തിൽ ഒരിത്തിരി ആശ്വാസം കണ്ടെത്താനാണ് ഞാനിവിടെ എത്തിയത്. അത് ഈ കൂടുതൽ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ക്യാമ്പിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഹാപ്പിനെസ് ഇവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരികളായ ലൈലയും നിമ്മിയും 1 വർഷത്തിന് ശേഷം സർപ്രൈസായി മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ആഹാ, അത് കൊള്ളാലോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് ആയല്ലോ. നല്ലൊരു കൈ കൊടുക്കാം. ഇങ്ങനെയുള്ള ചില അവിചാരിതമായ കണ്ടുമുട്ടലുകളും ഇത്തരം ക്യാമ്പുകളുടെ ഭാഗമാണ്. என்ன பண்ணலாம் லைலா?
நீங்க சொல்றதுதான். நான் ஒன்றும் கம்பல் பண்ணல. അത് പിന്നെ ഒക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. அப்ப சரி, யோசனை பண்ணி சொல்லு. ശരി. എടി ഇവരൊക്കെ എത്രക്കാരാണെന്ന് ആർക്കറിയാം. കണ്ടിട്ട് തന്നെ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നീ പോയി അക്കയോട് പറ പറ്റില്ല എന്ന്. അതൊരു പാവം തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കണേ? ഒന്നുമില്ലെങ്കിലും മാസം മാസം റെന്റ് ഷെയർ ചെയ്യാൻ ഒരാളായില്ലേ? അത് ചിന്തിക്ക്. പിന്നെ എന്റെ റൂമിലല്ലേ സ്പേസ് ഉള്ളൂ. അവൾ അവിടെ കിടന്നോട്ടെ, അപ്പൊ നിങ്ങക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ആ, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. വാ പോവാം. ആ അക്ക, ഞങ്ങക്ക് ഓക്കെയാണ്. ഹായ്, ഞാൻ ഹിമ. ഞാൻ അഞ്ജു. എന്നാ പോവാ. അപ്പൊ ശരി, അവിടുന്ന് കാണാം. പോട്ടെ. இங்கே நிறுத்துங்க. வா. சரி, வாமா. எல்லாம் ஓகே தான். அவங்க அங்கே தான் இருப்பாங்க, நீ மேலே போயிடு. എന്തെങ്കിലും ഒന്ന് ജയിച്ചു കണ്ടാ മതി. ഇനി നീ ഒന്ന് കളിച്ചു. ഓ ആ, താനെത്തിയോ? വാ. അയ്യോ, നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് നിമ്മി, ഇത് ലൈല. ഞങ്ങൾ DMLT സ്റ്റുഡൻസാ. റൂം കാണിക്കാം. വാ. എടാ പോരെ. അനിത മേഡം എനിക്ക് വേണ്ടി അക്കോമഡേഷൻ ഒരുപാട് നോക്കിയതാ, ഒന്നും ശരിയായില്ല. എല്ലാവർക്കും എന്നെ പോലെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ പേടി പോലെ. അതൊന്നും കുഴപ്പമില്ല. വാ. വന്ന് കുറച്ചുള്ളൂ. കഴിക്കാനുണ്ടോ? എന്നോട് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് മാറിയെന്നാലോ? ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. പഴയതൊക്കെ ഒന്ന് മറന്നു തുടങ്ങിയുള്ളൂ. പ്ലീസ്, ഇനി അതൊന്നും ഓർമ്മിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. പിടിച്ചേ നല്ല ടീമാ. നിങ്ങൾ പരിചയക്കാർ മാത്രം സംസാരിക്കാണെങ്കിൽ പിന്നെ ഇതിന്റെ ക്യാമ്പിന് വന്നത്. നിങ്ങൾ 3 ആളില്ലേ? എന്നാൽ 3 ആൾക്ക് ട്രിപ്പ് പോയിക്കൂടായിരുന്നോ? ഇത് അഞ്ജു അല്ലേ? ആ അതെ. എവിടെയോ കണ്ട നല്ല പരിചയം, പക്ഷെ എവിടെയാന്ന് കിട്ടണില്ല. ബൈ ദ ബൈ, ഞാൻ ഷഹബാസ്, മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ്. മണ്ണി നേരെ നീന്ത മണ്ണിലെയോ? എന്നാ കാണാം. വാ, നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. നമുക്ക് പിന്നെ പരിചയപ്പെടാട്ടോ. എന്റെ പൊന്നു വെച്ചാൽ ഇവരൊന്നും പരിചയപ്പെടരുത്. വെറും മണ്ണേ. അതെ മണ്ണേ. എന്തോ ടെൻഷനിലാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. അപ്രതീക്ഷിതമായി കൂട്ടുകാരെ കണ്ട എക്സൈറ്റ്മെൻറ്റിലല്ലല്ലോ കാണുന്നത്. എന്തോ ഭയക്കുന്നത് പോലെ. എന്തു പറ്റി? ഓ, നിങ്ങൾ മൈൻഡ് റീഡർ ആണല്ലോ. ഇതിനിപ്പോൾ മൈൻഡ് റീഡിങ്ങോ മാജിക്കൊന്നും വേണ്ട. ഞാൻ തുടക്കം മുതലേ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ഇറങ്ങണം. ഇവരിതെങ്ങോട്ട്? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങളൊന്ന് ടൗണ് വരടി. ക്ലാസ്സിൽ വരാൻ മാത്രമേ നിനക്ക് അസുഖമുള്ളൂ. കറങ്ങാൻ പോകാനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? എടി, ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആണോ? എടി, ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. ഇവൾക്കും എന്തോ മേടിക്കാൻ. ഞങ്ങൾ പെട്ടെന്ന് വരടി, നമുക്ക് ഒരുമിച്ച് പിന്നെ പോവാം. വായുമേ. പോട്ടെ.
ഓട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ മൂന്നുപേരും ഒരുമിച്ചല്ലാതെ ഇതുവരെ പുറത്തു പോയിട്ടുണ്ടോ? അങ്ങനെ 5 വന്നതോടുകൂടി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ചെറിയ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. അവരുടെ സൗഹൃദം അതൊരു റിലേഷൻഷിപ്പിലേക്ക് വളർന്നു. പിന്നീട് അങ്ങോട്ട് അവൾ ഹിമയുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സമാധാനം തരുമോ? ഓ തുടങ്ങി രണ്ടും കൂടെ. ഇന്നിപ്പോ എന്താണ് അവ കാരണം? നീ ഒന്നിങ്ങോട്ട് വന്നേ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഹിമേ, അഞ്ജു വാതിൽ തുറന്നേ. എന്താ എന്താ അഞ്ജു നിങ്ങളുടെ പ്രശ്നം? ഓ എന്റെ പൊന്നു ലൈല, എനിക്കൊരു മെസ്സേജ് വന്നാലോ ഒരു കോൾ വന്നാലോ അത് ആരാ നിനക്ക് അറിയണം, എന്താ നിനക്ക് അറിയണം. അതെന്നെ ഇവിടുത്തെ പ്രശ്നം. നിമ്മി, ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ഈ അടുത്തായിട്ട് ഇവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നീങ്ങി വന്നേ, ഇത് അവര് തമ്മിൽ തീർത്തോളും. നിങ്ങൾ വഴക്കൂടോ തല്ലൂടോ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ തൊട്ടപ്പുറത്തും ഇപ്പുറത്ത് ആൾക്കാരുണ്ടെന്നുള്ള ബോധം വേണം. പാടി. ജീവിതഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഒരപ്പൂപ്പൻ താടി പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറത്തിവിടുക. എൻ്റെ ഈ ശബ്ദം നിലയ്ക്കുന്നതോടെ നിങ്ങൾ കേൾക്കേണ്ടത് വന്യതയുടെ നിശ്ചലതയിൽ പ്രകൃതി ഒരുക്കുന്ന താരാട്ടുപാട്ടാണ്. ശൂന്യമായ നിങ്ങളുടെ ഹൃദയവും കാതുകളും മാത്രം തുറന്നു പിടിക്കുക. അതിനെ ആവോളം ആസ്വദിക്കുക. അടച്ച കണ്ണുകൾ തുറക്കാതെ ദീർഘനിശ്വാസങ്ങളിൽ മുഴുകുക. ഈ ലോകം നിങ്ങളിലേക്ക് ചുരുങ്ങുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. Open your eyes. See the magic of nature. പ്രശ്നസങ്കീർണമായ ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ മനസ്സിനകത്ത് നീറിപ്പുകയുന്ന 100 സങ്കടങ്ങൾ, വിഷമങ്ങൾ, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങൾ, ഇതെല്ലാം ഒന്ന് പറഞ്ഞു തീർക്കാൻ, ഒന്ന് ഷെയർ ചെയ്യാൻ, ഒരു താങ്ങായി നിൽക്കാൻ ഒരു തോൾ വേണമെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ? പല പല കാരണങ്ങൾ ഇതൊന്നും പങ്കുവയ്ക്കാൻ കഴിയാതെ ഉള്ളിലൊരു നീറ്റലായി കൊണ്ടു നടക്കുകയല്ലേ? ഇപ്പോഴിതാ ഈ നിമിഷത്തിൽ നിങ്ങൾക്കങ്ങനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ, പരസ്പരം മുഖം നോക്കാതെ പങ്കിടാൻ ഒരവസരം. ഉള്ളു തുറക്കണം. ആഗ്രഹങ്ങളും പരിഭവങ്ങളും എല്ലാം തുറന്നു പറയണം. തൻ്റെ കൂടെയിരിക്കുന്നവർ ആരെന്നറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചിന്തകളുടെ ഭാരം അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നത് വരെ. അങ്ങനെയൊന്നുമില്ല. ലൈല, ഇതേപോലെയൊക്കെ തന്നെ നമ്മുടെ ജീവിതം. സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നടിയാൻ ഒരു നിമിഷം മതി. ഓ ഫിലോസഫി. ബോബി, ഈ പ്രണയത്തെക്കുറിച്ച് ബോബിയുടെ അഭിപ്രായം എന്താ? നല്ല ചോദ്യം. പ്രണയം അത് പ്രാണനെ പോലെയാണ്. പ്രണയമില്ലാത്തടത്ത് പ്രാണനുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രാണം പോകുന്നതിനേക്കാൾ വലിയ വേദന തരാൻ പ്രണയത്തിന് പറ്റുന്നത്. ഇതെന്തു പറ്റിയെന്നേ? എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെ അങ്ങോട്ട് ലൈലെ വിളിക്കാൻ പോയതാ. ഒച്ചയായിട്ട് നോക്കിയപ്പോ നിമ്മി വെള്ളത്തില്. ആ സമയത്ത് ഇവര് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത്രയും സ്ഥലമായിട്ട് ഇയാളെന്തിനാ അങ്ങോട്ട് പോയത്? ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലേ അവിടെ വഴുക്കലുണ്ടാവുന്ന്. വീണല്ല, ആരെ തള്ളിയിട്ടതാ. തോന്നിയതായിരിക്കും. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? തോന്നിയൊന്നല്ല. അതെ, താൻ ഓക്കെ അല്ലേ? ഹോസ്പിറ്റലൊന്നും പോകണ്ടല്ലോ. കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ. ആ, അപ്പോ കൂട്ടത്തിൽ ചങ്കല രക്ഷിച്ച നമ്മുടെ ഷഹബാസിനും ടീമിനും നല്ലൊരു ഗൈഡ് കൊടുത്തേ. അതെ അതെ, വാ, മതി മതി, കേറ്. ഇനി ആദ്യം നിൽക്കണ്ട, വാ. വേടാ പോവാ. എന്തിനാ നീ വരുന്നില്ല? വേമ്പാ. അവളെന്തോ കരുതിക്കൂട്ടികളെ വരവാ, ഒന്ന് സൂക്ഷിക്കണം.